ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേരള മാധ്യമങ്ങളിൽ നിന്ന് മാത്രമല്ല ദേശീയ തലത്തിലുള്ള സർവേ റിപ്പോർട്ടുകളും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് മുന്നണിക്കാണ് വിജയ സാധ്യത എന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാനായിട്ട് സർവേ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ സാധിക്കുകയില്ല. മാത്രമല്ല സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ UDF അനുകൂലമായി വരുന്നു അല്ലെങ്കിൽ ഒരു UDF തരംഗമുണ്ടാക്കുന്നു എന്ന് പറയുന്ന വലിയൊരു വിമർശനം യഥാർത്ഥത്തിൽ LDFന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പല സർവേകളും ഉണ്ടായിരുന്നെന്നും ആ സർവേകളെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ജനവിധി പുറത്തു വന്നതെന്നെല്ലാം തന്നെ വിമർശനങ്ങളും കണക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന സർവേകളെല്ലാം തന്നെ വിമർശിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ LDFന്റെ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മാനേജ്മെന്റ് താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് എല്ലാ സർവേകളും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: തെരഞ്ഞെടുപ്പ് സർവേ എന്ന പേരിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ പക്ഷമുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് പലപ്പോഴും തട്ടിക്കൂട്ടുമായിരിക്കും. ഡാറ്റ മാനിപ്പുലേഷനും കടന്ന് നടത്താത്ത സർവേയുടെ പേരിലും ഇപ്പോൾ പ്രവചന മാമാങ്കങ്ങൾ അരങ്ങേറുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വില കൊടുക്കുന്ന സ്ഥാപനങ്ങളും ആ പാർട്ടികളുടെ മുഖപത്രവും ഔദ്യോഗിക ജിഹയുമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും ചേർന്നാണ് സർവേ അഭ്യാസം. ജയപ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വോട്ടർമാരെ വരുതിക്ക് വരുത്തുകയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് LDF തരംഗമായിരുന്നു എന്നും പക്ഷേ ഇത് ഏത് സർവേയിലാണ് പ്രതിഫലിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന സർവേയിൽ LDFനെ പ്രവചിച്ചത് 77 മുതൽ 82 വരെയുള്ള സീറ്റുകളാണ്. UDFനാണെങ്കിൽ 54 മുതൽ 59 വരെയുള്ള സീറ്റുകളും BJPക്ക് 3 വരെയുള്ള സീറ്റുകളും പ്രവചിച്ചുകൊണ്ട് അവരെയും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ട്രെൻഡ് സർവേ പ്രവചിച്ചല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പക്ഷേ മണ്ഡലം തിരിച്ചുള്ള പ്രവചനം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഉടുമ്പൻചോലയിലെ സഖാവ് MM മണിയെ തോൽപ്പിക്കാനായിരുന്നു ആദ്യത്തെ സർവേ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. 38,000-ലധികം വോട്ടിനാണ് MM മണി അവിടെ വിജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ എന്ത് സർവേ നടത്തിയിട്ടായിരുന്നു ഈ പ്രവചനങ്ങളെല്ലാം തന്നെ നടന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്രയും ഉയർന്ന ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാൻ കഴിയാത്ത സർവേ നടത്തിപ്പിന് എന്ത് ആധികാരികതയാണ് ഉള്ളതെന്നും തോമസ് ഐസക് ചോദിച്ചു വെക്കുന്നുണ്ട്. കാര്യം വ്യക്തമാണ്. സഖാവ് മണിയാശൻ തോൽക്കണമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ താല്പര്യമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ആ താല്പര്യം ആ മാനേജ്മെന്റിന്റെ രാഷ്ട്രീയ പക്ഷപാതത്തിൽ നിന്നും ഉണ്ടായതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ 60,000-വും 50,000-വും വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച LDF സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിൽ കടുത്ത മത്സരം എന്ന പ്രതീതി സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുകൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു വെക്കുന്നുണ്ട്. ഒരു സർവേ തോൽക്കുമെന്ന് അസന്നിഗ്ധമായി പ്രവർത്തിച്ച 31 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. 30,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്നുള്ളതും അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. 20,000-ന് മുകളിൽ ഭൂരിപക്ഷം 3 സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം 8 സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചു എന്നുള്ളതും എല്ലാവരും LDF സ്ഥാനാർത്ഥികളായിരുന്നു എന്നതും അതിന്റെ ഏറെ സവിശേഷത തന്നെയാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം സർവേയുടെ രൂപത്തിൽ ബഹുജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് വല്ല കാര്യവും ഉണ്ടായോ? ഇല്ല എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതേ ടീം പോൾ സർവേയുമായി ഇറങ്ങിത്തിരിക്കുകയും ആദ്യത്തേതിനേക്കാൾ ബഹുതമാശയായിരുന്നു ആ പോസ്റ്റ് പോൾ സർവേ എന്നും കൂടി തോമസ് ഐസക് വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല വോട്ടെടുപ്പിന് ശേഷമുള്ള സർവേയെങ്കിലും വസ്തുതയുമായി അടുത്തു വരുമെന്നാണല്ലോ പ്രതീക്ഷിക്കുക എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. പക്ഷേ ആ പോസ്റ്റ് പോൾ സർവേ പോലും വലിയ തമാശയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. മാത്രമല്ല പ്രീ പോൾ സർവേയിൽ LDFന് പ്രവചിച്ച 77 മുതൽ 82 വരെയുള്ള സീറ്റുകൾ പോസ്റ്റ് പോൾ സർവേയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ 68 മുതൽ 78 വരെ സീറ്റുകളായി കുറഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മാത്രമല്ല പോസ്റ്റ് പോളിലും കിട്ടി BJPക്ക് 2 സീറ്റ് എന്നുള്ളത് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ സാഹചര്യത്തെ ഒന്ന് കൃത്യമായി തന്നെ വിലയിരുത്താൻ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ ഒരു UDF തരംഗം ആഞ്ഞടിച്ചുവെന്നും എന്നാൽ അതേ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം LDFന് 99ഓളം സീറ്റുകൾ ലഭിച്ചെന്നതും 2021 ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ മാനേജ്മെന്റിന്റെ താല്പര്യം മാത്രമായിരുന്നെന്നും അതുകൊണ്ട് തന്നെ 2024 തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ കൂടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ, അതായത് 2021 കൂടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വമ്പൻ തമാശകൾ മാത്രമാണ്. LDFന് എതിരെയുള്ള ഒരു പ്രചരണം ഉണ്ടാക്കാനുള്ള നീക്കമാണ്. മാത്രമല്ല UDF തരംഗമുണ്ടാക്കിക്കൊണ്ട് ഒരു വലിയൊരു വിജയപ്രതീക്ഷ സൃഷ്ടിക്കുകയും BJPയെ പോലും സങ്കടപ്പെടുത്താതെ BJPയെ പോലും കൂടെ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം മാത്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും കൂടി തോമസ് ഐസക് പറഞ്ഞു വെക്കുകയാണ്.